ചെറുപ്പം മുതലേ എനിക്കുള്ളൊരു സ്വഭാവമായിരുന്നു എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാവരും നമ്മുടെ ആരൊക്കെയാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത കേട്ടോ. പക്ഷെ ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സ്വഭാവം ഒട്ടും നല്ലതല്ല, നമ്മുടെ ജീവിതത്തിന് ഹാനികരമാണ് എന്നിട്ടോ. അങ്ങനെയുള്ള തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിട്ടും എൻ്റെ ആ സ്വഭാവം പൂർണ്ണമായിട്ടും മാറ്റാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഞാനിത് പറയാൻ കാരണം ഇന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ആ പഴയ എൻ്റെ സ്വഭാവമുള്ള ഒരാളാണ് കേട്ടോ. ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പെൺകുട്ടിയാണ് കേട്ടോ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് കറക്റ്റ് അവളുടെ മെസ്സേജ് രാവിലെ വന്നു. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പം ഞാൻ ഈ മോളെ കൂടെ കൂട്ടാൻ കാരണം ഈ ചെറിയ പ്രായത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് അനുഭവിച്ച് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നിരുന്ന സമയത്താണ് എന്നെ ഒരാൾ ഈ കൊച്ചിനെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. എനിക്കറിയാവുന്ന പോലെ ഞാൻ സംസാരിച്ച് സപ്പോർട്ടൊക്കെ കൊടുത്തു. ആൾ നല്ല ആക്റ്റീവായി വന്നു. നാളെ മുതൽ ഞാൻ എൻ്റെ കാര്യത്തിന് പോകും ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ ആൾ പിറ്റേ ദിവസം എനിക്ക് ഫോട്ടോ ഇട്ടത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആക്സിഡൻ്റ് ആയി എന്നാണ് കേട്ടോ. അങ്ങനെ മാസങ്ങളോളം ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞ് പിന്നീട് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാകത്തിനായി എങ്കിലും അങ്ങ് പൂർണ്ണമായിട്ടും ഇപ്പോഴും സുഖമായിട്ടില്ല കേട്ടോ. ആ ബോറടി ഒന്ന് മാറിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ബുക്സ് വാങ്ങാൻ അവളെ കൂടെ കൂട്ടിയത് കേട്ടോ. അപ്പോൾ ഇവിടെ DC ബുക്സിൽ നിന്ന് നമ്മൾ 4 ബുക്ക് വാങ്ങിയാൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ബുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബുക്സൊക്കെ വാങ്ങിയിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാനില്ല, വെറും 2 ഐറ്റം. പത്തിരി നല്ല അടിപൊളിയാണ് ഇവിടുത്തെ, പിന്നെ കൂണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കൂണ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ വെജിറ്റബിൾ ബിരിയാണിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു നന്മയാണ് തകർന്നിരിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് കേട്ടോ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്കും കൂടെ അതിൻ്റെ ഒരു വീതം കിട്ടും എന്നുള്ളതാണ് എനിക്കങ്ങനെ തോന്നാറുണ്ട്.